നിങ്ങളുടെ കരിയർ മുന്നോട്ടു കൊണ്ടുപോകാൻ വിശ്വസ്ത സഹയാത്രികൻ കൽപ്പന കൺസൾട്ടൻസി. മികച്ച ജോലി അവസരങ്ങളും പ്രൊഫഷണൽ മാർഗനിർദ്ദേശങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ. പുതിയ അപ്ഡേറ്റുകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ. ചാനൽ അപ്ഡേറ്റുകൾ അറിയാൻ ബെൽ ഐക്കൺ ഓൺ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ജോബ് കൺസൾട്ടൻസി സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് സർവീസിലും ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയിലും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായോ വാട്സപ്പ് വഴിയോ ഞങ്ങളെ അറിയിക്കണം. പതിയെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വരുന്നതാണ്. ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് നീളം വലിച്ചു പോകുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. എങ്കിലും പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ജോബ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ്സാണ്. പക്ഷേ പല എംപ്ലോയീസിനോടും സംസാരിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു കൺസൾട്ടൻസി വഴി സാമ്പത്തികമായി ചെറിയ രീതിയിൽ മോശം അനുഭവം ഉണ്ടായിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺസൾട്ടൻസിയിൽ ₹1 പോലും രജിസ്ട്രേഷൻ ഫീസ് വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പകരം നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ ജോലി നോക്കുന്നിടത്തോളം അല്ലെങ്കിൽ ജോലിയോ ബിസിനസ്സോ ചെയ്യുന്നിടത്തോളം കൽപ്പന ജോബ്സിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അംഗമായി തുടരുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ഓഫീസ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ ആദ്യം കോമൺ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആയിരിക്കും ലഭിക്കുന്നത്. നിങ്ങളുടെ നമ്പർ ഗ്രൂപ്പിലെ മറ്റാർക്കും കാണാൻ സാധിക്കാത്ത രീതിയിൽ 100% സെക്യൂർഡ് ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലികളുടെ ലിങ്ക് കോമൺ ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. ആവശ്യമുള്ള ലിങ്കിൽ ജോയിൻ ചെയ്തുകൊണ്ട് കോമൺ ഗ്രൂപ്പിൽ തുടരുകയോ ലെഫ്റ്റ് ആവുകയോ ചെയ്യാവുന്നതാണ്. കോമൺ ഗ്രൂപ്പിൽ തുടർന്നാൽ അവിടെ വരുന്ന എല്ലാത്തരം ജോലികളുടെ ഒഴിവുകളിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് പറ്റിയത് അവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഒരു പോസിറ്റീവ് സൈഡുള്ളത്. നിങ്ങൾക്ക് ജോലി ലഭിച്ചാൽ ഗ്രൂപ്പിൽ തന്നെ തുടരണം എന്ന് പറയുന്നതിൻ്റെ കാരണം, നമ്മൾ ഒരു ജോലിക്ക് കയറി സാലറി വാങ്ങുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിനും സാലറി ഹൈക്ക് വാങ്ങുന്നതിനും അടുത്ത പ്രൊമോഷന് വേണ്ടി എന്തെല്ലാം പുതിയ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യണം എന്നതിനെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതാത് മേഖലയിലെ എക്സ്പേർട്സിൻ്റെ ഇൻ്റർവ്യൂകൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ CV ഞങ്ങളിവിടെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിലും പറയാം. ഇപ്പോൾ മിക്ക കോർപ്പറേറ്റ് ഓഫീസുകളിലും CV സോർട്ട് ചെയ്തെടുക്കുന്നത് AI സോഫ്റ്റ്വെയറുകളാണ്. അതിന് പറ്റിയ സോഫ്റ്റ്വെയർ കീവേഡ്സ് ആഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ CV AIയുടെ സ്ക്രീനിങ് കഴിഞ്ഞ് മാനുവൽ റിവ്യൂവിനായി HR മാനേജേഴ്സിൻ്റെ കയ്യിൽ എത്തുകയുള്ളൂ. അതുകൊണ്ട് CVകൾ പരമാവധി അപ്ഡേറ്റഡായി സൂക്ഷിക്കണം. അതുപോലെ തന്നെ സത്യസന്ധവുമായിരിക്കണം. നിങ്ങളുടെ CV അയക്കുമ്പോൾ ഞങ്ങൾ അയച്ചു തരുന്ന ഗൂഗിൾ ഷീറ്റിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജായോ നിങ്ങളെക്കുറിച്ച് CVയിൽ എഴുതാത്ത കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരുന്നത് വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സാലറി, കേരളത്തിനുള്ളിൽ റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ, കേരളത്തിന് വെളിയിൽ ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണോ, ഓവർസീസ് ജോലിയിൽ ഇൻട്രസ്റ്റഡ് ആണോ എന്നിങ്ങനെ ഡീറ്റെയിൽസ് തരികയാണെങ്കിൽ നമ്മളിതിവിടെ സോഫ്റ്റ്വെയറിൽ കീവേഡ്സ് ആയിട്ട് ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള ജോലികൾ പിന്നീട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് വരുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കുന്നതിന് വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ശരിയാക്കി തരുമ്പോൾ ഞങ്ങളുടെ സർവീസ് ചാർജ് എന്ന് പറയുന്നത് ഫസ്റ്റ് സാലറിയുടെ 25% മാത്രമായിരിക്കും. അതും നിങ്ങൾ ജോയിൻ ചെയ്ത് ഫസ്റ്റ് സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതിനു ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. GST ബിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിലുപരി നിങ്ങൾ സന്തോഷത്തോടെ തരുന്നതാണ് ഞങ്ങൾക്ക് പ്രാധാന്യമായിട്ടുള്ളത്. പക്ഷേ ഒരു പൈസയും വാങ്ങാതെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുമ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറയുന്ന സമയത്ത് ഇൻ്റർവ്യൂവിന് എത്തില്ല എന്നുള്ളതാണ്. അഥവാ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് എത്താൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ നമ്മളെ വിളിച്ച് അറിയിക്കുകയോ ഇൻ്റർവ്യൂ റീഷെഡ്യൂൾ ചെയ്യണമെന്ന് പറയുകയോ ചെയ്യില്ല. എംപ്ലോയറുടെ മുമ്പിൽ നമ്മൾ ഉത്തരവാദിത്തമില്ലാത്ത കൺസൾട്ടൻസിയായി മാറുന്നു. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് തരുമ്പോൾ ₹300 അഡ്വാൻസായി പേയ്മെൻറ്റ് ചെയ്യണം. ഏതെങ്കിലും കാരണവശാൽ ജോലി കിട്ടിയില്ല എങ്കിലോ ഇൻ്റർവ്യൂവിൽ അവർ റിജക്റ്റായി എന്ന് പറയുകയാണെങ്കിലോ നിങ്ങളുടെ അഡ്വാൻസ് തന്ന പൈസ റീഫണ്ട് ചെയ്ത് തരുന്നതാണ്.
അഥവാ നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തരുന്ന സർവീസ് ചാർജിൽ നിന്നും 300 രൂപ കുറച്ച് തന്നാൽ മതി. കൺസൾട്ടൻസിയുടെ പ്രവർത്തനം കുറച്ചും കൂടി നന്നായി മുന്നോട്ട് പോയാൽ സർവീസ് ചാർജ് ഇനിയും കുറയ്ക്കുവാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞങ്ങളുടെ അടുത്ത് ജോലിക്കായി ഒരു CV അയച്ചു തന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് ജോലി ശരിയാക്കി തരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നാൽ നമ്മുടെ അടുത്ത് വാക്കൻസി അല്ലെങ്കിൽ ജോബ് ഓപ്പണിങ്സ് റിപ്പോർട്ട് ചെയ്യുന്ന ഏത് സ്ഥാപനങ്ങൾക്കും അവർക്ക് അനുയോജ്യമായ എംപ്ലോയിയെ ഏറ്റവും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കുവാൻ പറ്റും. അതിനുവേണ്ടി എല്ലാവരും ആദ്യം പറഞ്ഞതുപോലെ കൽപ്പന ജോബ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ തുടരുക. ജോലി നോക്കുന്ന സുഹൃത്തുക്കളോട് അവരുടെ CV വാട്സപ്പ് ചെയ്യാൻ പറയുക. ജോലി ഒഴിവുകളും മറ്റ് അപ്ഡേഷനുകളും അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നന്ദി, നമസ്കാരം.